കുഴിവെട്ടി നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന കഥയുടെ 5-ാം ഭാഗം. കഥ രചന മാനുവൽ ടി തോമസ്. കുറച്ചു നേരം അയാൾ മാറിയിരുന്നു. വേണ്ട, വീട്ടിലേക്ക് തിരികെ പോകാം. തനിക്ക് ഇനിയും ഒരു കള്ളനാകാനാവില്ല. തൻ്റെ കുടുംബത്തിന് താനേ താങ്ങായുള്ളൂ. കള്ളനും തെമ്മാടിയുമായി നടന്ന തന്നെ നന്മയുടെ പാതയിലേക്ക് നയിച്ച ആ നല്ല വൈദികനായ ജോണച്ചനെ വഞ്ചിക്കാൻ ആവില്ല. അന്ന് ജോണച്ചൻ പറഞ്ഞത് അയാൾ ഓർത്തു. ദൈവത്തിൻ്റെ പദ്ധതിയാണ് നിന്നെ ഈ നേർച്ചപ്പെട്ടിയിൽ അടുത്തെത്തിച്ചത്. അതെ, ഈ ശവപ്പെട്ടിയുടെ അടുത്ത് വരെ എത്തിച്ചതും ഒരുപക്ഷെ ദൈവമാകാം. തന്നെ തെറ്റിൽ നിന്നും അകറ്റാൻ, പിന്തിരിപ്പിക്കാൻ. അയാൾ പതിയെ കൈക്കോട്ടും പിക്കാസും എടുത്ത് തിരിഞ്ഞു. പിന്നിൽ തൻ്റെ ചുമലിൽ ഒരു കൈത്തലം വന്ന് പതിച്ചു. അയാൾ പേടിച്ചു വിറച്ചു. ഒരു വിളറിയ ശബ്ദം പുറത്തു വന്നു. ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ശക്തിയില്ല. മരവിച്ചു പോയി. തൻ്റെ പിന്നിൽ ആരോ ഉണ്ട്. നിഴലനക്കത്തിൽ നിന്നും മനസ്സിലായി താൻ പിടിക്കപ്പെട്ടു. ഇനി ഓടിയിട്ട് കാര്യമില്ല. പിന്നിലെ നിഴൽ ശബ്ദിച്ചു. നീ ഈ പാതിരാത്രി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഈ ശബ്ദം കറിയാച്ചൻ മുതലാളിയുടേതല്ലേ? അയാൾ പതിയെ തല താഴ്ത്തി തിരിഞ്ഞു നോക്കി. അതെ, അത് അദ്ദേഹമാണ്. കയ്യിലൊരു കറുത്തു ഭാഗമായാണ് അയാൾ നിൽക്കുന്നതും. നീ ഇതിനല്ലേ എൻ്റെ കത്രീനായുടെ കുഴിമാന്താൻ വന്ന് പോയത്? നിനക്കൊരിക്കലും അതിന് കഴിയില്ലെന്ന് എനിക്കറിയാം. ജോണച്ചനോട് ഇതേപ്പറ്റി ഞാൻ പറഞ്ഞപ്പോൾ നീ അതൊരിക്കലും ചെയ്യില്ലെന്നാണ് പറഞ്ഞതും. എങ്കിലും നീ ഇവിടെ എത്തുമെന്ന് എനിക്കും ജോണച്ചനും അറിയാം. നിന്നെ ഇവിടെ എത്തിച്ചത് നിന്റെ പ്രാരാബ്ദങ്ങളാണ്. ഇതാ, ഈ ബാഗിലുണ്ട് നീ ആഗ്രഹിച്ചത്. ഇന്ന് രാവിലെ കത്രീനയെ കുളിപ്പിക്കുന്നത് വരെയേ ഇതെല്ലാം അവളുടെ ശരീരത്തിൽ കിടന്നുള്ളൂ. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി ആ ബാഗ് അയാൾ വാങ്ങുമ്പോൾ കത്രീനയുടെ കുഴിയിലേക്ക് നോക്കി. നീ കുഴിച്ചിട്ടത് സ്വർണത്തിന് പകരം റോൾഡ് ഗോൾഡാണ്. പക്ഷേ അതിനുള്ളിൽ, നിന്റെ കയ്യിലിരിക്കുന്ന ബാഗിനുള്ളിൽ തങ്കമാണ്, തനിത്തങ്കം. എൻ്റെ കത്രീന ഈ ബാഗിൽ നിന്റെ ജാനമ്മയ്ക്ക് വേണ്ടി വാങ്ങിക്കൂട്ടിയ 100-ലധികം പവൻ സ്വർണ്ണാഭരണങ്ങളും കൂടാതെ ജാനമ്മയ്ക്ക് വേണ്ടി ഈ കാലമത്രയും സ്വരുക്കൂട്ടിയ 20 ലക്ഷത്തോളം രൂപയുമാണ്. നീയും ജാനമ്മയും മക്കളും സുഖമായി ജീവിക്കാനാണ്. ഇതിന് സാക്ഷിയായി ജോണച്ചനുണ്ട്, മെത്രാനച്ചനും. സെമിത്തേരിയിൽ ലൈറ്റ് തെളിഞ്ഞു. ഉറക്കം തൂങ്ങി മരത്തിൻ്റെ ചുവട്ടിൽ ചെറിയ ഒരു ചിരിയുമായി ജോണച്ചനും മെത്രാനച്ചനും ഉണ്ടായിരുന്നു. ജോണച്ചൻ പറഞ്ഞു, നീ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, നിന്റെ ജാനമ്മ എന്ത് ഭാഗ്യം ചെയ്തിട്ടാകും ഇതെല്ലാം എന്ന്. കത്രീനായുടെ ജീവനായിരുന്നു നിന്റെ ജാനമ്മ. ജാനമ്മയുടെ വിവാഹം, നിന്റെ വീട്, ജാനമ്മയുടെ തയ്യൽ ക്ലാസ്, ഇതെല്ലാം ഞാനല്ല ചെയ്തു തന്നത്. എന്നിലൂടെ കത്രീനാമ്മയായിരുന്നു. ഓരോ പെരുന്നാളിനും സമ്മാനങ്ങളും വസ്ത്രങ്ങളും കാശും തന്നത് പള്ളിയുടേതല്ല. അതെല്ലാം കത്രീനയ്ക്ക് ജാനമ്മയോടുള്ള കരുതലിൻ്റേതായിരുന്നു. നിന്റെ ജാനമ്മയെ പൊന്നുപോലെ നോക്കിയ കത്രീനയാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവളുടെ ആത്മാവ് ഇപ്പോൾ തുള്ളിച്ചാടുകയാകാം. സന്തോഷം നിറഞ്ഞു തുളുമ്പുന്ന ഒരു മാലാഖയായി. അവളെ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഓരോ നിമിഷങ്ങളും അവൾ അറിയുന്നുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് കണ്ടു നിൽക്കാൻ അവൾക്കാവില്ലായിരുന്നു. ജാനമ്മയ്ക്കായി അവൾ ഒഴുക്കിയ കണ്ണുനീരിന് കയ്യും കണക്കുമില്ല. ജീവിച്ചിരുന്ന വിശുദ്ധ തന്നെയാണ് കത്രീന. ജാനമ്മയുടെയും കത്രീനയുടെയും ജീവിതമാണ് ആ എഴുത്തിൽ. അത് ജാനമ്മയ്ക്ക് എന്നെങ്കിലും നൽകാനായി കാത്തുവച്ചതാണ്. നീ സെമിത്തേരിയിലേക്ക് പോരുന്നതിന് മുൻപായി അത് വായിച്ചറിഞ്ഞു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. കത്രീനയ്ക്ക് നിന്റെ ജാനമ്മയോടുള്ള ബന്ധം. ആ പേരില്ലാത്തയാൾ കുഴിവെട്ടിയുടെ കണ്ണുനീർ കണങ്ങൾ കത്രീനയുടെ കുഴിമാടത്തിലെ ഒരു പിടി മണ്ണ് നനഞ്ഞു കുതിർന്നു. തങ്ങളുടെ ദൈവമാണ് ഈ കുഴിയിൽ. വിങ്ങുന്ന മനസ്സുമായി അയാൾ അവിടെ മുട്ടുകുത്തി. തൻ്റെ ജാനമ്മയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, തനിക്ക് വേണ്ടി.
കുഴിവെട്ടി എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. നന്മയെ ഒരിക്കലും തിന്മ കൊണ്ട് ജയിക്കാനാവില്ല. പക്ഷേ തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനാകും. ഈ കഥയിലും ജയം നന്മയ്ക്കാണ്. നിർമ്മലമായ മനസ്സാണ് അതിന് വേണ്ടതും. ഈ കഥയിൽ തിന്മയില്ല, നന്മയുടെ പ്രതിരൂപങ്ങൾ മാത്രമാണുള്ളതും. നമ്മൾക്കും നന്മ നിറഞ്ഞവരാകാം. കത്രീനയെ പോലെ, കറിയാച്ചനെ പോലെ, ജാനമ്മയെ പോലെ, ജോണച്ചനെ പോലെ, കുഴിവെട്ടിയെ പോലെ.